ഹായ് കൂട്ടുകാരെ, ഹായ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് പിന്നെയും പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകാം. ഹായ്, എത്ര നല്ല ജീവന്റെ വചനമിത്, സത്യ സുവിശേഷത്തിന് യേശുവിൻ സാക്ഷ്യമിത്. ഹായ്, എത്ര നല്ല ജീവന്റെ വചനമിത്, സത്യ സുവിശേഷത്തിന് യേശുവിൻ സാക്ഷ്യമിത്. എന്നും ഉയർത്തിടാം, വാഴ്ത്തിയിടാം യേശു കർത്താവിൻ്റെ വീണ്ടെടുപ്പിൻ നാദം. എന്നും ഉയർത്തിടാം, വാഴ്ത്തിയിടാം യേശു കർത്താവിൻ്റെ വീണ്ടെടുപ്പിൻ നാദം. എത്ര നല്ല ജീവന്റെ വചനമിത്, സത്യ സുവിശേഷത്തിന് യേശുവിൻ സാക്ഷ്യമിത്. തട്ടിയും മുട്ടിയും തകർന്നിടില്ല, തടവു ഭീതിക്കു തടുക്കതല്ല. തട്ടിയും മുട്ടിയും തകർന്നിടില്ല, തടവു ഭീതിക്കു തടുക്കതല്ല. സുശേഷത്തിനൊന്നും തടസ്സമില്ലൊന്നും, ജയത്തിൻ കുരിശിൻ പ്രത്യാശയിത്. സുശേഷത്തിനൊന്നും തടസ്സമില്ലൊന്നും, ജയത്തിൻ കുരിശിൻ പ്രത്യാശയിത്. ഹായ്, എത്ര നല്ല ജീവന്റെ വചനമിത്, സത്യ സുവിശേഷത്തിന് യേശു സാക്ഷ്യമിത്. മദ്യത്തിനും മയക്കുമരുന്നിനാൽ ലഭിക്കാത്തത്, ധനത്താലും പ്രശസ്തിയാലും കിട്ടാത്തത്. മദ്യത്തിനും മയക്കുമരുന്നിനാൽ ലഭിക്കാത്തത്, ധനത്താലും പ്രശസ്തിയാലും കിട്ടാത്തത്. യേശു കർത്താവിനാൽ ദാനമായി ലഭിക്കും, അതു സമാധാനമാണ്, നിത്യജീവനാണ്. യേശു കർത്താവിനാൽ ദാനമായി ലഭിക്കും, അത് സമാധാനമാണ്, നിത്യജീവനാണ്. ഹായ്, എത്ര നല്ല ജീവന്റെ വചനമിത്, സത്യ സുവിശേഷത്തിന് യേശുവിൻ സാക്ഷ്യമിത്. 1 തിമോഥെയോസ് 2:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, എന്നാൽ സകല മനുഷ്യർക്കും ഭക്തിയോടും നാം ഹനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനെ കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി പക്ഷപാതവും യാചനയും പ്രാർത്ഥനയും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അതെ, ഇന്ന് സകല അധികാരസ്ഥന്മാർക്കും ആശ്വസിക്കാൻ വകയുണ്ട്. എന്താണ് കാര്യം? അതെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നല്ലത് കാക്ഷിപ്പാൻ, നന്മയായുള്ളത് ചിന്തിപ്പാൻ ബൈബിൾ വിശ്വസിക്കുന്ന അനേക വിശ്വാസികൾ ഉണ്ട് എന്നുള്ളത് തന്നെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ രാജാക്കന്മാർക്കും അധികാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്, സ്തോത്രം ചെയ്യുന്നത് നല്ലതാണ്, പ്രസാദകരമാണ് എന്ന് ഏറ്റവും നന്നായി പ്രതിപാദിക്കുകയാണ് സത്യവേദ പുസ്തകം. ഹല്ലേലൂയ. നമുക്കറിയാം, കാരാഗൃഹത്തിൽ കിടക്കുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ നാം 19-ാം വാക്യം മുതൽ കാണുമ്പോൾ അവിടെ നാം കാണുന്ന 2 വ്യക്തികൾ. ഈ വ്യക്തികളിൽ ഒരാൾ തിമോഥെയോസിൻ്റെ ലേഖനം, നമ്മൾ പറഞ്ഞ വാക്യങ്ങളൊക്കെ എഴുതിയ അപ്പോസ്തലനായ പൗലോസാണ്. മറ്റത് ശീലസാണ്. ഇവർ ദൈവനാമത്തിലാണ് ഈ തടവിലായിരിക്കുന്നത്. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അടുപ്പിച്ച ശേഷം തടവിലാക്കിയിരിക്കുന്നു. അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അങ്ങനെ കൈകളും കാലുകളെല്ലാം ബന്ധനത്തിലാണിപ്പോൾ. എന്നിട്ടും അവർ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു എന്ന് നാം കാണുന്നു. ഒരിക്കൽ ദൈവവചനം സുശേഷിക്കുന്നവരുടെ നേരെ ഭീഷണിയും കുലിയും നിശ്വസിച്ചുകൊണ്ട് അധികാരപത്രവുമായി പുറപ്പെട്ട വ്യക്തിയായിരുന്നു പൗലോസ്. വഴിമധ്യേ കർത്താവ് ഇടപെട്ട് പിടിച്ചു.
മുള്ളിന് നേരെ ഉദയിക്കുന്നത് നിനക്ക് വിഷമമാണെന്ന് ഓർപ്പിച്ചു. ശൗലിനെ മാനസാന്തത്തിലേക്ക് നയിച്ചു. അപ്പോസ്തലനായ പൗലോസാക്കി മാറ്റി. ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുവാനും കഷ്ടാനുഭവിപ്പാനും ദൈവം ആക്കി തീർത്തു. ഈ തടവറയിൽ സംഭവിച്ചത് എന്താ? നമുക്ക് നോക്കാം. പൗലോസും ശീലാസും പാടി സ്തുതിച്ചപ്പോൾ തടവുകാർ അർദ്ധരാത്രിയിൽ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. സാധാരണ ഭൂകമ്പം ഉണ്ടായാൽ എല്ലാം ഇടിഞ്ഞ് തലയിൽ വീഴുമല്ലേ? എന്നാൽ വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഭയങ്കരമാണ് ഇവിടെ നാം കാണുന്നത്. കാരാഗൃഹവാതിലുകൾ ഒക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്നു. കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് അദ്ദേഹം നിരൂപിച്ചു. ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് വിചാരിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ് പറഞ്ഞു, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞാൻ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാനന്മാരെ, രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്നവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോടും വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ മുറിവുകളെ എല്ലാം കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും സ്നാനമേറ്റു. അതെ, അവർ നന്നായിട്ട് അദ്ദേഹം ശുശ്രൂഷിച്ചു. എന്നിട്ട് അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണമൊക്കെ നൽകി എന്ന് അങ്ങനെ വീടടക്കം ആനന്ദിച്ചു എന്നാണ് നാം കാണുന്നത്. എന്നിട്ട് വാക്യമായ എബ്രായർ 13:3, നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ. എബ്രായർ 13:3. എത്ര നല്ല ജീവന്റെ വചനമിത്, സത്യ സുവിശേഷത്തിന് യേശുവിൻ സാക്ഷ്യമിത്. എന്നും ഉയർത്തിടാം വാഴ്ത്തിയിടാം യേശു കർത്താവിൻ്റെ വീണ്ടെടുപ്പിൻ നാദം. എന്നും ഉയർത്തിടാം വാഴ്ത്തിയിടാം യേശു കർത്താവിൻ്റെ വീണ്ടെടുപ്പിൻ നാദം. എത്ര നല്ല ജീവന്റെ വചനമിത്, സത്യ സുവിശേഷത്തിൻ യേശു സാക്ഷ്യമിത്. God bless you.